ഇന്ന് ഞാൻ നിങ്ങളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം പരിചയപ്പെടുത്താം. ഇതാണ് കേട്ടോ. ഇതാണ് ഹെമ്മിങ് ടേപ്പ്. നമ്മുടെ ക്യാൻവാസ് പേപ്പറിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്. കാരണം ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. ഡ്രസ്സ് ഉപയോഗിക്കുന്ന അതായത് അങ്ങനെയല്ല, എല്ലാവരും ഡ്രസ്സ് ഉപയോഗിക്കും അതല്ല, എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ പേര് ഹെമ്മിങ് ടേപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഫ്യൂസിങ് ടേപ്പ് എന്ന് പറയും. അതുപോലെ അതിന്റെ ഇത് റോൾ ആണെങ്കിൽ ഇത് ഷീറ്റ് ആണ്. ഇതിന്റെ തന്നെ ഷീറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് ഫ്യൂസിങ് ഷീറ്റ് എന്നാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം ഞാൻ എന്താന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ കീറിയ തുണികൾ ഒട്ടുമിക്ക ആൾക്കാരുടെ വീടുകളിലും കാണും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ആയിരിക്കും അത്, പക്ഷെ ഇങ്ങനെ കീറിയോണ്ട് നമുക്കത് ചിലപ്പോൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് ഇൻവിസിബിൾ ആക്കാനാണ് നമ്മൾ ഈ ഹെമ്മിങ് ടേപ്പും ഈ ഫ്യൂസിങ് ഷീറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേ വേണ്ട. ആ സാധനം ഇതിന്റെ പുറത്ത് വെച്ച് നമ്മൾ അയൺ ചെയ്താൽ മാത്രം മതി. ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റിച്ച് ചെയ്യാത്തവർക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ഈ കീറിയത് കണ്ടോ, ഇതിന്റെ പുറത്തോട്ട് ആ കീറിയതിന്റെ അത്രയും തന്നെ നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത്രയും തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ വെക്കുക. കീറിയതൊക്കെ ഒന്ന് ലോക്ക് ആവണ രീതിയിൽ ഒന്ന് നല്ലപോലെ വെക്കുക. നല്ലപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഷീറ്റ് കീറി എടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ തന്നെ കാരണം നല്ല തുണികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡ്രസ്സിന്റെ തന്നെ എവിടെന്നെങ്കിലും ഒരു ഇച്ചിരി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഉള്ളിൽ തയ്യൽ തുമ്പൊക്കെ കാണുമല്ലോ, ആ കീറിയതിന്റെ അത്രയും തന്നെയുള്ള ഒരു കട്ടിങ്സ് മതി. അത് നമ്മൾ ഇതിന്റെ പുറത്തോട്ട്, അതായത് ഈ ഫ്യൂസിങ് ഷീറ്റിന്റെ പുറത്തോട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക. ഫ്യൂസിങ് ഷീറ്റ് കീറിയതിന്റെ പുറത്ത് വെച്ചിട്ട് അതിന്റെ പുറത്തോട്ട് ഈ തുണി വെച്ചു കൊടുത്തതിന് ശേഷം വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അയൺ ബോക്സ് വെച്ച് ഒന്ന് അയൺ ചെയ്താൽ മാത്രം മതി. അയൺ ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഒന്ന് വച്ച് അയൺ ബോക്സ് ഹീറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് വച്ചാൽ മാത്രം മതി. കണ്ടോ, ആ ഫ്യൂസിങ് ഷീറ്റ് അവിടെ കാണണേ ഇല്ല. കണ്ടോ, നമ്മൾ ആ പീസ് വെച്ചടിച്ചത് കണ്ടോ, ഇപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കേ. ഇപ്പുറത്തെ വശത്ത് ആ കീറിയത് നമുക്കറിയാൻ പറ്റും. അതായത് തുണിയുടെ ചീത്ത വശത്ത് നോക്കുമ്പോൾ നമുക്ക് ആ കീറിയത് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ വശത്തോ, നമ്മൾ അവിടെ ഒരു പീസ് വെച്ച് അയൺ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ കീറിപ്പോയതാണെന്നോ ഒന്നും അറിയില്ല. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സൂക്ഷിച്ച് സൂം ചെയ്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴേ അതവിടെ ആ പീസ് ഇരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ദൂരെ നോക്കുമ്പോൾ കണ്ടോ, അവിടെ കീറിപ്പോയതാണെന്നോ അവിടെ നമ്മളൊരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ടെന്നോ പീസ് വെച്ച് അയൺ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. ഇത് ഫ്യൂസിങ് ടേപ്പാണ്. ഇത് നമുക്കുണ്ടല്ലോ ഈ നമ്മുടെ, അതായത് ചുരിദാറിന്റെ അല്ലെങ്കിൽ കുർത്തിയുടെ ഏത് ഡ്രസ്സിന്റെ ആയിക്കോട്ടെ, എൻഡ് ഭാഗം മടക്കി അടിക്കുമല്ലോ, നമ്മൾ ഇത്തിരി ലെങ്ത് ഒക്കെ കുറക്കല്ലോ, ഇത്തിരി നീളം കുറക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ എൻഡ് പോർഷൻ എനിക്ക് ഇതിന് ഇത്തിരി ഇറക്കം കുറക്കണം. ഇത്രയും മതി, ഇത്രയും എനിക്ക് ഇറക്കം കുറക്കണം. നമ്മളിവിടെ എന്താ ചെയ്യണം, ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു അടിക്കുക ചെയ്യണേ. പക്ഷെ അത് വേണ്ട. ഈ ഒരു ഹെമ്മിങ് ടേപ്പ് അല്ലെങ്കിൽ ഒരു ഫ്യൂസിങ് ടേപ്പ് ഉണ്ടെങ്കിലോ, ഇവിടെ ഇങ്ങനെ ഒന്ന് വച്ചു കൊടുക്കുക. കണ്ടോ, ഇത് ഇത്ര ഇറക്കം കുറക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്ന് മടക്കി അടിക്കേണ്ട അത്രയും ഭാഗം ഇങ്ങനെ വെക്കുക. എന്നിട്ട് അയൺ ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ ഇറക്കം കുറഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടേ. അപ്പൊ ഇവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ, അപ്പൊ അതിന്റെ തുണിയുടെ നല്ല വശം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ സ്റ്റിച്ച് വരികയോ അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ വിട്ടു പോവുകയോ പറഞ്ഞു പോരുകയോ ഒന്നുമില്ല. നമ്മളിവിടെ അയൺ ചെയ്ത് വെച്ചാണ്. നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ ആ ഫ്യൂസിങ് ടേപ്പ് ചെറുതായിട്ട് കാണാൻ പറ്റും, ഉണങ്ങാത്ത കാരണം. കണ്ടോ, ഇത് നന്നായിട്ട് അങ്ങോട്ട് സ്റ്റിഫ് ആകും. കണ്ടോ, ഇത് പറിച്ചെടുത്താലും ഒന്നും പോരത്തില്ല. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പോർഷൻ ആണ് കേട്ടോ കാണിച്ചു. ഇങ്ങോട്ടൊന്നും ഞാൻ അയൺ ചെയ്തിട്ടില്ല, ഇത്രയും പോർഷനേ ഞാൻ അയൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി മടക്കി അടിക്കാൻ, ഇറക്കം കുറക്കാനൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ലേലും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കീറിയത് മറയ്ക്കാനും ഇറക്കം കുറക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ മാക്സിയുടെ കീറിയ പോർഷൻ എവിടെയാണെന്നിട്ട് എനിക്ക് തന്നെ നോക്കിയിട്ടും മനസ്സിലാവണില്ല നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് ഏത് ഭാഗത്താണെന്ന്. അതെ, ഇതാണ് കേട്ടോ. കാരണം ഇതിന്റെ പുറകുവശം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെയാണ് കീറിയേക്കണേന്ന്. കണ്ടോ, ഇവിടെ അറിയണേ ഇല്ല. അപ്പൊ ഈ രണ്ട് ടൂള് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാ ആൾക്കാർക്കും, സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മാത്രമല്ല, കീറിയ തുണികളുള്ള എല്ലാ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് ഡ്രസ്സിന്റെ ഇറക്കമൊക്കെ കുറക്കണമെങ്കിൽ ഈ ഒരു ഫ്യൂസിങ് ടേപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മീഷോയിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഞാനിത് വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ.